സ്വാമിജി, നമ്മളിപ്പോൾ ഹെലികോപ്റ്ററിൽ യാത്ര തുടങ്ങി. ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 1.5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ആശ്രമത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. ഈ പനശാലയുടെ മുകളിൽ കൂടെ സ്വാമിജി നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതിനു മുമ്പ് ഞാൻ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇത് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ പിന്നീടൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അപ്രത്യക്ഷമാകും. അപ്പം കാരണം ഇത് ആ സമയത്തങ്ങ് അത് കടന്നു പോകും. ഇപ്പോൾ വളരെ വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ പച്ചപ്പിൻ്റെ ഇടയിൽ താമര പർണശാല കാണുന്നു, കടൽ കാണുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന മലനിരകൾ കാണുന്നു. ഇവിടെ ഒരു പോത്തൻകോട് കൊട്ടാരമുണ്ട്, അത് കാണുന്നു. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാര്യവട്ട സ്റ്റേഡിയം കാണുന്നു, CRPF പള്ളിപ്പുറം ക്യാമ്പ് കാണുന്നു. അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുക. ഒറ്റ സ്ട്രെച്ചിൽ ഇതെല്ലാം ഒരുമിച്ച് കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് സ്വപ്നതുല്യമായ ഒരു കാഴ്ച തന്നെയാണ്. അത് വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഇങ്ങനെ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആകാശ കാഴ്ചകൾ കാണിക്കുവാനായിട്ട് ശാന്തിഗിരി ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യം ഒരുക്കുക എന്നതിൽ വളരെ സന്തോഷമുണ്ട്. സ്വാമി, ഈ സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണോ ഇത്രയും റേറ്റ് കുറച്ചേക്കുന്നത് ഇപ്പോൾ? അതെ, തീർച്ചയായിട്ടും. ഈ പ്രദേശത്തുള്ള ആളുകൾ ഇടത്തരക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മാക്സിമം ഇതിന് വളരെ എക്സ്പെൻസീവാണ്. നമുക്കറിയാം, ഒരു ഹെലികോപ്റ്റർ ഒരു സർവീസ് നടത്തുക എന്നൊക്കെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ വിപുലമായ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ 5 പേർക്ക് മാത്രമേ ഒരേ സമയം ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആ എക്സ്പെൻസീവായിട്ടുള്ള സമയത്ത് വളരെ എന്താ പറയുക, ഇപ്പോൾ ഈ പറയുന്ന ചിലവും മുൻനിർത്തി അതിനനുസരിച്ച് അങ്ങനെ ഒരു റേറ്റാണ് പ്രധാനമായിട്ടും ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. 3500 രൂപയാണ് ഇപ്പോൾ ഇവർ ചാർജ് ചെയ്തിരിക്കുന്ന തുക. അപ്പോൾ അത് വലിയ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 15 കിലോമീറ്റർ റേഡിയസിൽ സഞ്ചരിക്കുവാനായിട്ട് കഴിയുന്നു. ചിലപ്പോൾ നമ്മളിപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തൊരു സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3500 കൊണ്ട് നമുക്ക് ചിലപ്പോൾ കൊച്ചിയിലോ അല്ലെങ്കിൽ നമുക്ക് ബാംഗ്ലൂരോ ഒക്കെ ഇടയ്ക്ക് ചെല്ലാൻ സാധിക്കും, കണ്ണൂർ എത്താൻ സാധിക്കും. പക്ഷേ അത് നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു കൗതുകകരമായ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വലിയൊരു അനുഭവം നമുക്ക് തൊട്ടടുത്ത് നമുക്ക് കിട്ടുന്നു. അതും ഇത്രയും ലോ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്നു എന്നൊക്കെ കാണുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാമിജി, നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് ലാൻഡ് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് താഴെ. ഓക്കെ സ്വാമിജി, ഓക്കെ, താങ്ക് യു.